റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി നിർത്തലാക്കാൻ തയ്യാറായതിനു പകരമായാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം. റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നും അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക ഇന്ത്യൻ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനികൾ റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, MRPL, HMEL കമ്പനികൾ നേരത്തെ തന്നെ റഷ്യൻ എണ്ണ നിർത്തിയിരുന്നു. ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ദിവസം 10 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തത് മാർച്ചിൽ 5-6 ലക്ഷമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 4 ലക്ഷവും നയാരയുടേതാണ്. പുതിയ US കരാർ പ്രകാരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ആയിരിക്കും ഇനി എണ്ണ ഇറക്കുമതി. എന്നാൽ പൂർണ്ണമായും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുമെന്നാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ധാരണയായെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങൾ മാത്രമല്ല ഇന്ത്യ എണ്ണ വാങ്ങുന്ന ഏക രാജ്യമെന്നും റഷ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് പുതിയ കാര്യമല്ലെന്നായിരുന്നു റഷ്യൻ നിരീക്ഷണം. ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് തുടരും. ഇന്ത്യ ഇത് നിർത്തുന്നതായി ഇതുവരെയും അറിയിച്ചില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ദശാബ്ദങ്ങളായി പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ റഷ്യയുമായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സൗഹൃദമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.